ഹലോ മച്ചന്മാരെ, നമ്മളിത് ഒരു യാത്രയിലാണ് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് അതിരപ്പള്ളി റൂട്ടിലൂടെ നേരെ വെറ്റിലപ്പാറ എന്നൊരു സ്ഥലത്തേക്കാണ്. അവിടെ നല്ല എന്താ പറയുക, നല്ല അടിപൊളി സ്ഥലമാണ്. ഫിഷിങ്ങിനും കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ പ്രത്യേകത വെച്ചാലേ നല്ല ഒഴുകി നല്ല കുത്തൊഴുക്കുള്ള സ്ഥലമാണ്. നല്ല കയങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല ഒരുപാട് മീനുകളുണ്ട്. അതായത് ഈ മഷീർ എന്ന് പറയും, അല്ലെങ്കിൽ ചൂര, അതിന് പലതരം പരലുകളുണ്ട് അവിടെ. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ പോകുന്നത് ചൂണ്ടയിടുന്ന വെച്ചാൽ അൾട്രാലൈറ്റ് ഫിഷിംഗ് റോഡായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾ അൾട്രാലൈറ്റ് ഫിഷിങ്ങിന് പോകുന്നത് സ്പിന്നറൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിത് അവിടെ എത്തി കേട്ടോ. സ്ഥലത്തെത്തി. ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ടോ? നീ സ്ഥലം കാണാൻ വന്ന ആൾക്കാരാണോ നീ മീൻ പിടിക്കാൻ വന്ന ആൾക്കാർ അറിയില്ല. ഇതേ ആരൊക്കെയുണ്ട് താഴെ. നല്ല പോത്തുകളൊക്കെ മേയുന്നുണ്ട് കേട്ടോ. ഉപദ്രവിക്കും. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്ക് സൂക്ഷിക്കേണ്ട സ്ഥലമാണിത്. ഇതിലേക്ക് ആന ഒരുപാട് കൂട്ടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ആൾക്കാർ, ടൂറിസ്റ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ആ നേരെ താഴേക്ക് പോകണം. അവിടെയാണ് നമ്മളെന്താ പറയുക, നമ്മൾ മീൻ പിടിക്കുമ്പോൾ ആ പാറയുടെ മുകളിലെത്തണം. അവിടെ നല്ല ഒഴുക്കുന്നുണ്ടോ. നമുക്ക് നമ്മുടെ ഡേവിഡ് മച്ചാൻ ഒരു ലക്കി ഡ്രോ വഴി ഒരു പിന്നെ അൾട്രാലൈറ്റ് റോഡ് കിട്ടിയായിരുന്നു. അത് നമ്മളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നിട്ട് ആദ്യത്തെ ആ സ്റ്റിക്ക് കൊണ്ട് ആദ്യത്തെ ഫിഷിങ് അത്. ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, പരലും മഷീർ വല്ല ചൂര എന്ന് പറഞ്ഞ മീനൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അത് സെറ്റ് ചെയ്ത് ചൂണ്ടിടാൻ പോകട്ടോ. ഇട്ടെന്നെ കാണാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങട്ടെ. ഫ്രണ്ട്സ്, ഇതാണ് അവിടെ റീൽ കേട്ടോ. ലൂക്കാനയുടെ 3000 ആണ് നമ്മൾ അൾട്രാലൈറ്റ് റീലാണിത്. പിന്നെ റോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചൈന കമ്പനിയാണ്, സെംറിയോ മാക്കാൻസ് എന്നൊരു അൾട്രാലൈറ്റ് 6 ഫീറ്റ് റോഡാട്ടോ. നല്ല അടിപൊളി ഫ്ലെക്സിബിളാണ്. നമ്മൾ യൂസ് ചെയ്യാനൊക്കെ അടിപൊളി. നല്ല എന്താ പറയുക, മാക്സിമം ഒരു 6 kg ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയണേ. നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നമുക്കൊന്ന് കാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ. പിന്നെ ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട് കേട്ടോ. പുള്ളി പറഞ്ഞ ഇവിടെ ഒരുപാട് നല്ല മീനുണ്ട്, ഒരുപാട് ചോരയും മലമാഷീർ പോലെ സാധനം ഒരുപാട് പുള്ളിക്ക് കിട്ടിയിട്ടെന്നാണ് പറയുന്നത് കേട്ടോ. പുള്ളി ഇങ്ങനെ ഓരോ സ്പോട്ട് പറഞ്ഞു തന്നെ എനിക്ക്. അപ്പോൾ ഞാനത് അവിടേക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കാരണം പുള്ളി ഇവിടെ ഒരുപാട് നല്ല കിടിലൻ മീനുകളുണ്ടെന്ന് പറയുന്നത്. ചേരാനും അതുപോലുള്ള പലതരം ഡാമ്പറിലും എന്തൊക്കെ പേര് പുള്ളി പറഞ്ഞു. എനിക്കറിയാത്ത മീനിൻ്റെ പേര് പറയുന്നുണ്ട് പുള്ളി കേട്ടോ. ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എത്തുന്ന എവിടെയെങ്കിലും ചെന്ന് കാസ്റ്റ് ചെയ്ത് ഒന്ന് പരീക്ഷിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ സ്പിന്നർ ആണല്ലേ. അതത്രേ ഉള്ളൂ. ആ ആണല്ലേ. വലുണ്ടുണ്ട്, വലുണ്ടാ. ഇവിടെ ഞാൻ വെള്ളം കുറഞ്ഞപ്പോൾ കണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം കൂടിയപ്പോൾ കാണില്ലല്ലോ. അല്ലല്ല, നമ്മൾ ചാലക്കുടി ഉണ്ട്. ബൈജുവിൻ്റെ അടുത്തുണ്ട്. കുന്നത്ത് ബൈജുവിൻ്റെ ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. അവിടെ ഉണ്ട്, ചാലക്കുടി ഉണ്ട്. ആ ആണ്. ഭയങ്കര ഒഴുക്കാണ് ഇവിടെ. ആ അടിക്കണല്ലേ. ഓക്കെ ഞാൻ എന്താ വെച്ചാൽ ആണല്ലേ. നമുക്ക് കുറച്ച് ട്രൈ ചെയ്തിട്ട്
അധികം വലുതിന് അടിച്ചാലേ പണി കിട്ടും. സാധനം പൊടിച്ചു പോകും. അതല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ നല്ല കിടില മഴ വരുന്നുണ്ട് കേട്ടോ. ബാഗൊക്കെ ഒന്ന് സേഫ് ആക്കട്ടെ. നമ്മൾ മഴയുടെ കവറൊക്കെ ചൂടില്ലെങ്കിൽ മൊത്തം നനഞ്ഞ് കൊള്ളാവും. ഒന്ന് സെറ്റ് ആയിട്ട് കേട്ടോ. നല്ല മഴ പെയ്തെത്തി. മഴ എത്തി. ഈ മഴയത്ത് ഇങ്ങനെ ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ കവറൊക്കെ ഇട്ട് മീൻ പിടിക്കുന്ന വെച്ചാൽ ഭയങ്കര അലമ്പാട്ടോ. ആദ്യത്തെ മെഷർ അടിച്ചു ആദ്യത്തെ മീൻ അടിച്ചു ഗൈസ്. ബഷീറാന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിന്ന് ആദ്യം അടിച്ച മീനുണ്ടാ. നമ്മൾ ഫസ്റ്റ് കാസ്റ്റിങ് കേട്ടോ. അല്ല ഫസ്റ്റ് കാസ്റ്റ് അല്ല, കുറച്ച് നമുക്ക് കാസ്റ്റ് നമുക്ക് ഒറ്റ അടിച്ചാണ് ഉണ്ടാ. നമ്മൾ ആദ്യത്തെ മീൻ കേട്ടോ. അടിപൊളി. നമ്മളിത് സ്പിന്നർ ലൂക്കാനയുടെ ഈ ലൂക്കാനയുടെ സ്പിന്നർ നമ്മൾ അടിച്ചേട്ടോ. ഉണ്ടോ സൈസ്? ഇതൊക്കെ സൈസ് ഉണ്ടോ? അപ്പോൾ അടുത്ത് തന്നെ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഇത് ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് അടിച്ച അടുത്ത മെഷർ വന്ന കേസ് ഉണ്ടോ? അടുത്ത മെഷർ ഇവിടെ ഹുക്കായി നോക്കി അടിച്ചിട്ട് അത് ഓടിപ്പോടെ നോക്കിയതാ. കണ്ടോ ഉണ്ടോ ഹുക്കായതുണ്ടോ? ചെകളക്കാണ് ഹുക്കായത്. കണ്ടോ
നമ്മളെ ലുക്കാനയുടെ സ്പിന്നർ പൊളിയാണ് കേട്ടോ. എന്താ കൈക്കിട്ടിട്ട് നോക്കിയാൽ പൊളിഞ്ഞു ഇവിടെ. അതൊക്കെ അടിച്ചിട്ട് തന്നു. ഓക്കെ, ഒന്ന് കവറിട്ടേക്കട്ടെ. അങ്ങനെ സാധനം ഉണ്ടോ. രണ്ടാമത്തെ മീനാണ് കേട്ടോ. നമ്മളെ സ്ഥലം മറക്കാം. ഈ കാട്ടിക്കൂടിൽ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. എന്താ നല്ല അടിപൊളി സ്ഥലമാണ് ഫിഷിങ് എന്ന് വെച്ചാൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഫിഷിങ്ങിന്. കാരണം അടിപൊളി കാടുകൾ കാണാം, നല്ല അടിപൊളി വെള്ളക്കാട്ടും, അതിൻ്റെ ഇടയ്ക്ക് അടിപൊളി മീനും കാടും അടിപൊളി കേട്ടോ. ഇത് നേരെ മേലെ പോയി അതിരപ്പള്ളി വെള്ളക്കാട്ടിലേക്ക് പോകും. സ്ട്രൈക്ക് വന്ന് പോയി മറ്റൊന്നരെ
ഫ്രണ്ട്സ്, ഇനി ലൂർക്കാസിന് കുറച്ച് ബ്രേക്ക് നമ്മളിനി കഴിച്ചുകൊണ്ട് എടുത്തിട്ട് മാവിട്ടിട്ട് വല്ലതും കിട്ടും നോക്കാം കേട്ടോ. ഈ മൈദിട്ടാൽ ഇവിടെ നല്ല മഷീറൊക്കെ കിട്ടുമെന്ന് പറയണേ. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നല്ല ഒഴുക്കിൽ നല്ല എന്താ പറയുക വലിയ വലിയ ചൂരകളുണ്ടെന്ന് പറഞ്ഞാൽ, അതായത് മഷീർ എന്ന മീൻ ഈ ഒഴുക്കിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ട്രൈക്കിങ് കിട്ടാറുണ്ട് ഇവിടുന്ന്. അതാ ഫസ്റ്റ് തടി കേട്ടോ. ഇതേ ഒരു മഷീറിൻ്റെ കുഞ്ഞാണ് നമുക്ക് ഒറ്റയടി കിട്ടിയത്. അല്ല, മൈദിട്ടാൽ നമുക്ക് ഇവിടുന്ന് ഒരുപാട് ധാരാളം പലതരം മീനുകൾ കിട്ടും. കിട്ടിയ മീനുണ്ട്, ഞാൻ കരക്കകത്ത് ഇട്ടിരിക്കുകയായിരുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫിഷിങ് നിർത്തിയിട്ടാ. നമുക്ക് അത് നല്ല സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ചൂര നമുക്ക് കിട്ടിയിട്ടാണ് മഷീർ. നിങ്ങൾക്ക് വീഡിയോ കണ്ടാലും ചില സമയത്ത് നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് ശരിക്കും വീഡിയോ കിട്ടിയില്ല കേട്ടോ. കാരണം മഴയത്ത് നമ്മളെ ക്യാമറ ഈ നമ്മൾ കവറ് മഴക്കോട്ട് ഇട്ടുകൊണ്ട് നമുക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ സമയത്തൊക്കെ സ്ട്രൈക്ക് കിട്ടി. 2 സ്ട്രൈക്ക് മിസ്സായി. സ്ട്രൈക്ക് നമ്മളെ സ്പിന്നർ കൊണ്ട് പോയിട്ടാ. അപ്പോൾ ഒന്ന് നല്ലൊരു അടിപൊളി ഫിഷിംഗ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണിത്, ഈ നമ്മളെ ആതിരപ്പള്ളി വെറ്റിലപ്പാറ ഈ റൂട്ട്. ഞാൻ അധികം ടൈം എടുത്ത് ഇവിടെ ഫിഷിങ്ങിന് വരാറുള്ളൂ കേട്ടോ. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ അടുത്ത നല്ലൊരു ഫിഷിംഗ് വീഡിയോ വരുന്നതായിരിക്കും. തൽക്കാലം ബൈ ബൈ.